ആരംഭത്തിൽ അവിടെ ഒരു സംഭവം നടക്കുന്നത്. ഈ ഭൂമിദേവി ഭൂമിയുടെ ഭാരം സഹിക്കുകയ്യാതെ ദുഷ്ടരാജാക്കന്മാരുടെ അക്രമം കൊണ്ട് ഈ ഭൂമി താങ്ങാൻ വയ്യാതായി. സാധുക്കളല്ല, ദുഷ്ടന്മാർ അവർ ചെയ്യുന്ന അക്രമങ്ങൾ ഭൂമിയിൽ. അപ്പോൾ അവരെ ഒരു പശുവിൻ്റെ വേഷമെടുത്ത് ഈ ബ്രഹ്മാവിനെ സൃഷ്ടികർത്താവ് ബ്രഹ്മാവാണല്ലോ, അദ്ദേഹമാണല്ലോ ഇവരൊക്കെ സൃഷ്ടിച്ചു വിടുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് ഇതിന് നിയന്ത്രണം എന്തെങ്കിലും ചെയ്ത് തരാൻ പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് സങ്കടം അവിടെ പോയി പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ സൃഷ്ടിയുടെ ആളാണ്, ശരിയാണ്, പക്ഷെ ഇവർ വരുന്നവരൊക്കെ എന്താ ഇത് അന്നും ഞാൻ നോക്കാറില്ല. ആ സമയമായാൽ അവരെ ആ സമയം ഒരു സമയമുണ്ട് തെറ്റിച്ച് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഇത് നമുക്ക് ശിവനാണ് സംഹാരമൂർത്തി, അദ്ദേഹത്തിനാണ് ഇവരെ നശിപ്പിക്കാനുള്ളൊരു ഇത്. അതുകൊണ്ടൊന്ന് ശിവന്റെ അടുത്ത് പോയിട്ട് പറയാം എന്ന് പറഞ്ഞു. അയ്യോ ഞാനിങ്ങനെ ഈ ഒരു സ്ത്രീ അവിടെ പോവുക അങ്ങനെയാണ്, വേണ്ട ഞാനും വരാം, കൂടെ വരാം എന്ന് പറഞ്ഞ് ശിവനും അല്ല ഈ ബ്രഹ്മാവും ഭൂമിദേവിയും കൂടി ശിവന്റെ അടുത്ത് പോയിട്ട് ഈ സങ്കടം പറഞ്ഞു. അപ്പം അങ്ങനെ എന്താ ചെയ്യേണ്ട അവർ പറയുന്ന ന്യായമാണ് വളരെ ശരിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, കാര്യം ഞാൻ ഈ സംഹാരമൂർത്തിയൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് എൻ്റെ മുഴുവൻ പോർട്ട്ഫോളിയോയിൽ പെട്ടതല്ല, നമുക്ക് ഈ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി പറയാം, അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം പറയും എന്ന് പറയും. അങ്ങനെ ഇവര് പാലാഴി തീർത്ത് വെച്ചിട്ട് വിഷ്ണുവിനെ കണ്ടു പറഞ്ഞു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ഞാൻ ഈ ഒരു ബ്രഹ്മാണ്ടത്തിലായിരിക്കും ഉണ്ടാകും. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊരു ബ്രഹ്മാണ്ടത്തിലായിരുന്നു, ഞാൻ എൻ്റെ ഇതിൽ പെടില്ല അവര് എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഒരു ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൂര്യൻ, ചന്ദ്രൻ, നമ്മുടെ ഈ ഇതൊക്കെ കൂടി ഇതൊക്കെ ഉണ്ടല്ലോ, അതെ അങ്ങനെ അനേകം കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അധിപനായിട്ടൊരു വിഷ്ണു ഉണ്ട്, അങ്ങോരെ കാണണം ഇതിന് പരിഹാരം ഉണ്ടാക്കാനെന്ന് പറയാം. അദ്ദേഹം ഗോലോകം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട്, അവിടെയാണ് ഗോലോകേശൻ. അവിടെ രാധാതിരിപ്പുള്ള സ്ത്രീകളും അവരാണ്. അദ്ദേഹത്തിന് എങ്ങനെയാ ബന്ധപ്പെടുക, ശരിയാണ്. അപ്പം അദ്ദേഹം ഈ ബ്രഹ്മാവ് പുരുഷസൂക്ത മന്ത്രം, ഈ ഇന്നത്തെ പുരുഷസൂക്ത മന്ത്രമുണ്ട്, അത് ജപിച്ച് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തിയാൽ ഈ ജപിക്കണ ആളുടെ മനസ്സും ആ ആരെയാണ് ഉദ്ദേശിക്കണം ജപിക്കണം അയാളുടെ മനസ്സും കൂടി ഒരേ ഇതിൽ വരും, ഇത്ര വരും. ആ സമയത്ത് വരുമ്പോൾ നമുക്ക് അവരായിട്ട് ബന്ധപ്പെടാമെന്നാണ്. അതാണ് ഈ പണ്ട് കാലത്തെ ഋഷീശ്വരന്മാരൊന്നും മൊബൈൽ ഫോണൊന്നുമില്ല, അവർക്ക് ആശയവിനിമയം നടത്തിയിരുന്നു. അതാണ് കാരണം. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ ബ്രഹ്മാവ് അവിടെ ഇരുന്ന് ഈ ഇത് വെച്ച് ഇങ്ങനെ ഈ മന്ത്രം ജപിച്ച് അദ്ദേഹത്തിന് ഏറ്റവും മാനസികമായിട്ട് അടുപ്പം വന്നു. അപ്പൊ ഈ അദ്ദേഹം പറഞ്ഞു, അപ്പൊ അടുത്ത വഴിക്ക് അദ്ദേഹം ചോദിച്ചു, ആരാ വിളിക്കണേ? ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബ്രഹ്മാവിന് ആ സമയത്ത് തന്നെ ഒരു അഹങ്കാരം വന്നു. ഈ ഇവിടുത്തെ വിഷ്ണുവും ഈ ശിവനൊക്കെ ഞാനാണല്ലോ എനിക്കാണല്ലോ സാധിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്നൊരു അപ്പൊ അദ്ദേഹം ചോദിച്ചു, അവിടെയുള്ള ആ വിഷ്ണു ചോദിച്ചു, നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തില് ബ്രഹ്മാവ്? അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇദ്ദേഹം അത്രയും ധരിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടാവും. ഇദ്ദേഹം ബ്രഹ്മാവ്, ഞാൻ എല്ലാവരുടെയും ബ്രഹ്മാവെന്നാണ് ധരിച്ചിരുന്നത്. അപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മള് പ്രധാനമന്ത്രിയെ വിളിച്ചു. അപ്പൊ അദ്ദേഹം വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ആരാ വിളിക്കുന്നത്? മുഖ്യമന്ത്രിയാണ്. ഏത് സ്റ്റേറ്റിലും മുഖ്യമന്ത്രിയാണ് ചോദിച്ചാൽ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ വലിയതായില്ല. ഇദ്ദേഹം എന്താ പറയേണ്ടത് ശരിയാണ്ട ഈ കുറച്ച് നേരത്തിൽ. ഇങ്ങനെ മറ്റേ ബ്രഹ്മാണ്ടങ്ങൾ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നും അറിയില്ലല്ലോ, പെട്ടെന്നൊരു സംസാരിക്കല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ആശയം തോന്നി. അതെന്താ വെച്ചാൽ പണ്ട് ഈ മഹാവിഷ്ണു വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് ഒരു ബ്രഹ്മാണ്ടത്തിൽ ചവിട്ടി പൊളിഞ്ഞിട്ടൊരു ബ്രഹ്മാണ്ടം ഉണ്ടോ, ആ കാര്യം കൊണ്ടത് അവിടുത്തെ ബ്രഹ്മാണ്ടാണെന്ന് മനസ്സിലായി. ഞാൻ ഇനി പേടിക്കണ്ട, ഞാൻ എത്രയും വേഗം ഈ യാദവ് കുലത്തിൽ വന്ന് അവതരിപ്പിക്കാൻ ഇത് വേണ്ട ചെയ്തോളാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഈ ഭാഗവത്തിലൊരു ഭാഗത്തിൽ. അപ്പൊ അതാ പറഞ്ഞ ആ മാനസികമായിട്ടുള്ള ഒരു ഇത് ഇങ്ങനെ പുരാണങ്ങളിൽ പറയുന്നത്. പിന്നെ